തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെലങ്കാനയിൽ നിന്ന് കേരളത്തിന് ഒന്നും പഠിക്കാനില്ല, ജനക്ഷേമ മാതൃകകളെക്കുറിച്ച് പഠിക്കാൻ തെലങ്കാന മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി. പാവപ്പെട്ടവന്റെ കിടപ്പാടങ്ങൾക്ക് മീതെ ബുൾഡോസർ കയറ്റിയിറക്കുന്നത് മറച്ചുവെച്ചാണ് കേരളത്തെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനം അതിനിപ്പോൾ ഫേസ്ബുക്കിലൂടെ മറുപടി നൽകിയിരിക്കുകയാണോ മുഖ്യമന്ത്രി? തീർച്ചയായും രാഷ്ട്രീയമായി തന്നെ ഒപ്പം കണക്കുകൾ നിരത്തിക്കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി. രേവന്ത് റെഡ്ഡി കേരളത്തിലെത്തിയപ്പോൾ കേരളത്തിൽ അഴിമതിയാണ്, ഒപ്പം ഭരണപരാജയമാണ് തുടങ്ങിയ വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉന്നയിച്ചു. എന്തായാലും അതിന് ഏത് രീതിയിൽ രാജ്യത്തിന്റെ കണക്കുകൾ നിരത്തിയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. അതായത് നീതി ആയോഗിന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സുസ്ഥിര വികസന പട്ടികയിൽ കേരളം നിലവിൽ 79 പോയിന്റോടെ 1ാം സ്ഥാനത്ത് തലയുയർത്തി നിൽക്കുന്നു. എന്നാൽ തെലങ്കാനയാകട്ടെ 6ാം സ്ഥാനത്താണ്. ഒപ്പം നീതി ആയോഗിന്റെ തന്നെ മറ്റൊരു കണക്ക് പ്രകാരം ദാരിദ്ര്യ നിരക്കിൽ 0.55% മാത്രമാണ് കേരളത്തിൽ ഉള്ളത്. എന്നാൽ തെലങ്കാനയിലാണെങ്കിൽ അത് 5.88%. സാക്ഷരതാ നിരക്കിൽ 95.3% നേടി കേരളം ബഹുദൂരം മുന്നോട്ട് പോയപ്പോൾ തെലങ്കാന വെറും 76.9% മാത്രമാണ്. ഈ രീതിയിലുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് മറുപടി. എന്തായാലും കേരളത്തിന് നിലവിൽ തെലങ്കാനയിൽ നിന്നൊന്നും പഠിക്കാനില്ല. ബുൾഡോസർ കയറ്റി ബുൾഡോസർ രാജ് നടപ്പാക്കി പാവപ്പെട്ടവരുടെ കിടപ്പാടം ഇല്ലാതാക്കുന്ന നാട്ടിൽ നിന്നാണ് അത് മറച്ചുവെച്ചുകൊണ്ട് കേരളത്തെ വിമർശിക്കാൻ വരുന്നത്. ഈ പ്രസ്താവനകൾ കേരളത്തെ അവഹേളിക്കുന്നതാണ്. എന്തായാലും ജനക്ഷേമ മാതൃകകളെ കുറിച്ച് പഠിക്കാൻ തെലങ്കാന മുഖ്യമന്ത്രി കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച മറുപടിയിൽ പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.